ഹലോ ഡിയേഴ്സ്, നാളത്തെ കെമിസ്ട്രി എക്സാമിന് വേണ്ടിയിട്ട് അറ്റോമിക് സ്ട്രക്ചർ എന്ന ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ മസ്റ്റായിട്ട് വായിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യനുകളെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ നോക്കുക. ഏതെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് പോയിട്ട് പഠിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ പെട്ടെന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ അത്തരത്തിൽ കാരണം 2020 തൊട്ട് 2024 വരെ വന്ന PYQs ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ടും ഈ ക്വസ്റ്റ്യനുകൾ നിങ്ങൾ വിട്ടു പോകരുത്. നിങ്ങൾ A+ അല്ലെങ്കിൽ ഡബിൾ പാസ് അല്ലെങ്കിൽ നിങ്ങൾ ഫുൾ സ്കോറൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ അതിനകത്ത് നോക്കൂ, നിങ്ങൾ ലാംഡ റീബ്രോഗ്ലി വേവ് ലെങ്ത് അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അതിനകത്ത് H തന്നിട്ടില്ല. അപ്പോൾ 6.62 × 10⁻⁻34 നിങ്ങൾ കാണാതെ പഠിക്കണം. അതുപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ മാസ് നിങ്ങൾ തന്നിട്ടില്ല, അതും 9.1 × 10⁻31 kg. പിന്നെ ഇവിടെ 1.6 × 10⁻6 ആട്ടോ അത് തന്നിട്ടുണ്ട്. അത് ഇവിടെ കാൽക്കുലേറ്റ് കൂടെ കൊടുക്കുക വിയുടെ സ്ഥാനത്ത്. അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ കിട്ടും. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. Δx × Δpx ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π എന്ന് പറയുന്ന ഇക്വേഷൻ കാര്യങ്ങൾ, ഒരു ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റവും പൊസിഷനും എക്സാക്ട്ലി നമുക്ക് അറ്റ് എ ടൈം സൈമിൾട്ടേനിയസ്ലി ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. ദെൻ ക്വാണ്ടം നമ്പേഴ്സ്, അതിൻ്റെ കാര്യങ്ങൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്തിനെയാണ്, സൈസ് ഓഫ് ദി ഓർബിറ്റ് ആണ്. അതുപോലെ കാര്യങ്ങൾ ഇതിനകത്ത് ഇതുപോലെ ദെൻ L ആംഗുലാർ മൊമെൻറ്റം ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കാണാനുള്ളതാണ്. ദെൻ അതുപോലെ തന്നെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറാണ്, അതായത് എല്ലിന് അസിമുതൽ ക്വാണ്ടം നമ്പർ എന്ന് പറയാം. ആ രീതിയിലൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. എപ്പോഴും എങ്ങനെ വേണമെങ്കിൽ ചോദിക്കുക. ഇതിനകത്ത് പലപ്പോഴും ചോദിക്കാറുള്ള 4s അല്ലെങ്കിൽ 3p എന്നൊക്കെ പറഞ്ഞൊരു നമ്പർ തരും. എന്നിട്ട് അതിൻ്റെ n എന്താണ്, L എന്താണെന്നൊക്കെ ചോദിക്കാം. ഓഫ് പ്രിൻസിപ്പൾ, ഒരു ആറ്റത്തിൽ ഇലക്ട്രോണുകൾ അതിൻ്റെ എനർജി ലെവല് ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ചാണ് ഫില്ല് ചെയ്യുന്നതെന്ന് പറയുന്ന റൂള്. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഒരു ആറ്റത്തിലും അതിനകത്ത് ഒരു ഓർബിറ്റലിൽ നമ്മൾ ഇലക്ട്രോൺ എടുക്കണം. ഒരു ആറ്റത്തിൽ ഇലക്ട്രോൺ എടുക്കുകയാണെങ്കിൽ ഒരു ഇലക്ട്രോണും 4 ക്വാണ്ടം നമ്പർ എന്താവില്ല, സെയിം ആവില്ല. സോ two electrons in an atom can have all quantum numbers, all 4 quantum numbers same. ഇതിനകത്ത് അൺസ് റൂൾ ഫോർ മാക്സിമം മൾട്ടിപ്ലിസിറ്റി പറയും. അതിനകത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, ആദ്യം ഓർബിറ്റലുകൾ എന്ത് ചെയ്യും, ഹാഫ് ഫിൽഡ് ആയിട്ട് ശേഷമേ പിന്നെ എന്ത് ചെയ്യും, പെയറിംഗ് നടക്കും എന്ന് പറയുന്നതാണ്. ബോർ മോഡൽ അതിൻ്റെ കാര്യങ്ങൾ, റുദർഫോർഡ് മോഡൽ അതിൻ്റെ എല്ലാം, ബോർ മോഡലിൻ്റെ ഡ്രോബാക്ക്, റുദർഫോർഡിൻ്റെ ഡ്രോബാക്ക് ഒക്കെ പഠിച്ചിരിക്കണം, ചോദിച്ചിട്ടുണ്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, അതുപോലെ തന്നെ സ്കെച്ച് ഷേപ്പ് ഓഫ് 1s ഓർബിറ്റലിൻ്റെ ഷേപ്പ് നിങ്ങൾ NCERT പോയിട്ട് ആ ഡയഗ്രാം വരച്ച് അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം. ഹൗ മെനി നോഡ്സ് ആർ ഇൻ 1s ഓർബിറ്റലിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റനുകൾ ഉണ്ടാവുക. അപ്പോൾ 1s ഓർബിറ്റലിൽ നോഡ്, അതിനകത്ത് നോഡ് ഇല്ല. അപ്പോൾ നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത് n-l-1 ആണ്. ഇവിടെ 1s എന്ന് പറഞ്ഞാൽ 1 ആണ്, L എന്താണ്, അപ്പം 0 ആണ്, -1 എന്ന് പറഞ്ഞാൽ അവിടെ 0 ആണ് വരിക. അപ്പോൾ അതിനകത്ത് റേഡിയൽ നോഡ്സ് അവിടെ ഇല്ല എന്നുള്ളതാണ്. ദെൻ ആംഗുലാർ നോഡ്സിൻ്റെ L ആണ് വരിക, അതും 0 ആണ്, അപ്പോൾ അവിടെ ഇല്ല. റൈറ്റ്, 3sൻ്റെ n-ഉം l-ഉം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം n 3 ആണ്, L എന്ന് പറഞ്ഞാൽ s-ൻ്റെ L എന്താ, 0. ദെൻ സ്പെക്ട്രൽ ലൈൻസ് ഓഫ് ഹൈഡ്രജൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലൈമാൻ സീരീസ്, ബാമർ സീരീസ്, ദെൻ പാസ്കൺ സീരീസ്, ബ്രാക്കറ്റ് ആൻഡ് ഫൺ സീരീസ്. കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസ് ചോദിച്ചിട്ടുണ്ട്. റേഡിയൽ നോഡ് 4p ഓർബിറ്റലിൻ്റെ റേഡിയൽ നോഡ് കാണാനുള്ള ഇക്വേഷൻ n-l-1 ആണ്. അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ n 4 ആണ്, L എന്ന് പറഞ്ഞാൽ പിയുടെ L എന്താണ്, 1 ആണ്, -1. അപ്പോൾ എന്താണ്, 2 ആണ് വരിക. ദെൻ കനാൽ റേസിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കണം. കാഥോഡ് റേസ് പഠിക്കുന്ന പോലെ തന്നെ കനാൽ റേസിൻ്റെ നിങ്ങൾ പഠിച്ചു വെക്കണം, ചോദിച്ചിട്ടുണ്ട്. പിന്നീട് ഇതിനകത്ത് ക്വാണ്ടം നമ്പേഴ്സ് ഫോർ ലാസ്റ്റ് ഇലക്ട്രോൺ ഇൻ സോഡിയം ആറ്റത്തിലെ ലാസ്റ്റ് ഇലക്ട്രോണിൻ്റെ ക്വാണ്ടം നമ്പർ എന്താണെന്ന് ആ രീതിയിലും അതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ അതിനകത്ത് സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അടിയണം. അപ്പോൾ സോഡിയം 11 ആണെന്നും, അതിനകത്ത് നിങ്ങളിപ്പം ഹൈഡ്രജൻ നമുക്ക് എന്താണ്, ഹൈഡ്രജനാണ് നമുക്ക് ഫസ്റ്റ് വരുന്നത്. ദെൻ ഹൈഡ്രജൻ കഴിഞ്ഞാൽ ലിഥിയമാണ് പിന്നെ വരുന്നത്. അപ്പം ലിഥിയം 3 ആണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് 8 ആണ് അപ്പോൾ വരുന്നത്. അപ്പോൾ ലിഥിയത്തിനോട് 3 11 ആണ് വരുന്നത്. അപ്പോൾ 11ൻ്റെ കോൺഫിഗറേഷൻ നിങ്ങൾ വരയ്ക്കുക. 1s2, 2s2, ദെൻ 2p6, ദെൻ 3s1. അപ്പോൾ 3s1ൻ്റെ ക്വാണ്ടം നമ്പേഴ്സാണ് എഴുതേണ്ടത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കാമെന്നുള്ളതാണ്. ദെൻ ക്വാണ്ടം നമ്പർ എന്താണ്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. ഇതിനകത്ത് ഡിസ്റ്റൻസ് ഫ്രം ന്യൂക്ലിയസ് എന്നുള്ള ഡിസ്റ്റൻസ് ഇങ്ങനെയൊക്കെ ചോദിക്കാം. അത് പ്രിൻസിപ്പൽ ക്വാണ്ടം, ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏത് ക്വാണ്ടം നമ്പറാണ്, ആ രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോണുകളെ ഉണ്ടാകൂ എന്ന് പറയുന്നത് ഏത് നിയമമാണ്, അതിനകത്ത് നമുക്കറിയാം. അതിനകത്ത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ കാര്യങ്ങൾ, ഡിഫൈൻ ഓർബിറ്റൽ എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പറയണം. പിന്നെ അതിനകത്ത് ഈ ഒരു രീതിയിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതായത് n5 n2 ചാടുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ 1/λ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റെഡ്ബർഗ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് 1/n1² - 1/n2² എന്ന് പറയുന്ന നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം ഈ കാര്യം ചെയ്യാൻ. പിന്നെ ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് നിന്ന് വന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ. അപ്പം ഈ ക്വസ്റ്റ്യനുകളെല്ലാം നിങ്ങൾ പഠിച്ചിട്ട് പോകണം എന്നുള്ളതാണ്. അപ്പം അതിനകത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗട്ടായിട്ട് ചോദിക്കുക. അപ്പോൾ നമ്മൾ അതിനകത്ത് റിപ്ലൈ ചെയ്യുന്നതാണ്. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.